വിജയുടെ അവസാന ചിത്രമായി പുറത്തിറങ്ങാൻ പോകുന്ന ജനനായകന്റെ റിലീസ് സെൻസസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിൽ തടസ്സങ്ങൾ നേരിടുന്നതിനാൽ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ മാറ്റിവെച്ചിരിക്കുകയാണ്. കേന്ദ്ര സെൻസർ ബോർഡ് എക്സാമിനിംഗ് കമ്മിറ്റി ചിത്രം കണ്ട് ചില മാറ്റങ്ങളോടെ യുബാറെ 16+ സർട്ടിഫിക്കറ്റ് നൽകാമെന്ന് ആദ്യം സമ്മതിച്ചിരുന്നു. എന്നാൽ ഇതിനിടയിലാണ് ചിത്രത്തിനെതിരെ ഒരു അജ്ഞാത പരാതി ലഭിക്കുന്നത്. ചിത്രത്തിലെ ചില രംഗങ്ങൾ മതവികാരം വ്രണപ്പെടുത്തുന്നതാണെന്നും ഇന്ത്യൻ സൈന്യത്തെ മോശമായി ചിത്രീകരിക്കുന്നതാണെന്നുമായിരുന്നു പരാതിയിലെ ആരോപണം. അതോടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ സെൻസർ ബോർഡ് ചെയർമാൻ ജനുവരി 5-ന് ചിത്രം റിവൈസിംഗ് കമ്മിറ്റിയുടെ പുനഃപരിശോധനയ്ക്ക് അയക്കുകയായിരുന്നു. ഇതാണ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത് വൈകാൻ പ്രധാന കാരണമായി മാറിയത്. ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ KVN പ്രൊഡക്ഷൻസ് ഇതിനെതിരെ മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചു. സെൻസർ ബോർഡ് നിർദ്ദേശിച്ച എല്ലാ മാറ്റങ്ങളും വരുത്തിയിട്ടും സർട്ടിഫിക്കറ്റ് നൽകാതെ മനഃപൂർവ്വം വൈകിപ്പിക്കുകയാണെന്നായിരുന്നു അവരുടെ ആരോപണം. ചിത്രം ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്ത സാഹചര്യത്തിൽ ഇങ്ങനെയൊരു പരാതി നൽകാൻ ആർക്കും കഴിയില്ലെന്നും ഇത് സിനിമയെ തകർക്കാനുള്ള ശ്രമമാണെന്നും കോടതിയിൽ അവർ ചൂണ്ടിക്കാട്ടി. വിജയ് തന്റെ രാഷ്ട്രീയ പാർട്ടിയായ തമിഴക വെട്രി കഴകം വഴി സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിന് മുൻപുള്ള അവസാന ചിത്രമായതിനാൽ രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായാണ് ഈ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നതെന്നാണ് വിജയുടെ ആരാധകരും പാർട്ടി പ്രവർത്തകരും ആരോപിക്കുന്നത്. കേസ് മദ്രാസ് ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. വാദം കേട്ട കോടതി വിധി പറയുന്നത് നീട്ടിയതോടെയാണ് ജനുവരി 9-ന് നിശ്ചയിച്ച റിലീസും മാറ്റിയത്.